കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് സ്വാഗതം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കുന്ന ഒരു ദിവസമായി തീരട്ടെ. പ്രാർത്ഥന ഒരു ദൈവ പൈതലിൻ്റെ ജീവശ്വാസമാണ്. പ്രയർലെസ് ക്രിസ്ത്യൻ ഈസ് എ പവർലെസ് ക്രിസ്ത്യൻ എന്നാണല്ലോ പറയുന്നത്. മോർ പ്രയർ മോർ പവർ, ലെസ് പ്രയർ ലെസ് പവർ, നോ പ്രയർ നോ പവർ എന്നാണ് ദൈവത്തിൻ്റെ ദാസന്മാരിലൂടെ നമ്മൾ കേട്ടിട്ടുള്ളത്. എത്രത്തോളം നമ്മൾ പ്രാർത്ഥനയിൽ വളരുമോ അത്രത്തോളം നമുക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനും ദൈവത്തിൻ്റെ ശബ്ദത്തെ നമുക്ക് തിരിച്ചറിയാനും കഴിയും. ദൈവത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നതായ ഒരു വിശ്വാസിയുടെ ജീവിതമെന്ന് പറയുന്നത് മറ്റാർക്കും വർണ്ണിക്കാൻ കഴിയാത്ത വിധത്തിൽ അത് ഫ്ലോറിഷ് ചെയ്യും, അത് വിശാലമായി തീരും. ആ വ്യക്തിയിലൂടെ പുറത്തേക്ക് വരുന്നതായ സൗരഭ്യം അനേക ജീവിതങ്ങളെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് ആകർഷിക്കുന്നതിനും കാരണമായി തീരും. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നതായിട്ടുള്ള ഈ സന്ദേശം നിങ്ങൾ പൂർണ്ണമായി ശ്രദ്ധിക്കണം. ഈ സന്ദേശത്തിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നതായിട്ടുള്ള എൻ്റെ അനുഭവവും അതോടൊപ്പം തന്നെ വചനവും നമുക്ക് പ്രാർത്ഥനയുടെ അളവിൽ വ്യത്യാസം വരുവാൻ, നമ്മുടെ ആത്മീക ജീവിതത്തിൽ നമുക്ക് ആത്മാവിൻ്റെ തലങ്ങളിലേക്ക് കയറി ചൊല്ലുവാനായിട്ട് ഇടയായിത്തീരും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. കർമ്മേലിൻ്റെ മുകളിൽ പ്രാർത്ഥിക്കാൻ ഒരു ഏലിയ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ദൈവത്തിൻ്റെ മഹത്വം തീയായി ആ മലമുകളിൽ ഇറങ്ങി വരുവാനും ജനം അത് അനുഭവിക്കുവാനും ഇടയായി തീർന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്ന നമ്മിൽ ഓരോരുത്തരിലൂടെയും വെളിപ്പെടുത്തണമെന്ന് സർവേശ്വരനായ ദൈവത്തിന് എപ്പോഴും ആഗ്രഹമുണ്ട്. പക്ഷെ പലപ്പോഴും നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുവാനോ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ നമുക്ക് മുന്നേറുവാനോ കഴിയുന്നില്ല. അങ്ങനെ കഴിയുന്നില്ല എന്ന് പലരും പറയാനായിട്ടുള്ള കാരണം അവരുടെ പ്രാർത്ഥനാ ജീവിതത്തെ, അവരുടെ ആത്മീക ജീവിതത്തെ വളരാൻ കഴിയാത്ത വിധത്തിൽ പുറകിലേക്ക് വലിക്കുന്നതായ ഏതോ ഒരു ശക്തി ഉണ്ട് എന്നുള്ളതാണ്. ഈ ശക്തിയുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ശത്രുവിൻ്റെ മേൽ ജയമെടുത്ത് നമ്മുടെ പ്രാർത്ഥനയിൽ, ആത്മീക ജീവിതത്തിൽ നമുക്ക് വളരാനായി കഴിയും. യേശു കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവൻ്റെ വീട്ടിൽ കടന്ന് അവൻ്റെ കോപ്പുകളെ കവരുവാൻ നിങ്ങൾക്ക് കഴിയുന്നതല്ല. അപ്പൊ ശത്രുവിനെ, അവനെ പിടിച്ചു കെട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടേതായിട്ടുള്ള ആ അനുഗ്രഹങ്ങളെ നമുക്ക് പിടിച്ചെടുക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. പൗലോസ് അപ്പോസ്തലൻ എഫെസ്യർക്ക് ലേഖനത്തിൽ പറഞ്ഞു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിന്റെ അന്ധകാര ശക്തികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും എന്ന് പറയുവാനായിട്ടിടയായി. പ്രിയപ്പെട്ടവരെ, ഈ പോരാട്ടത്തിൽ നമ്മൾ ജയിക്കണമെങ്കിൽ ശത്രുവിൻ്റെ സ്ട്രെങ്തും അവൻ്റെ വീക്ക്നെസ്സും എന്തെന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് പറ്റത്തുള്ളൂ. ഏതൊരു വ്യക്തിക്കും അല്ലെങ്കിൽ ഏതൊരു രാജ്യത്തിനായാലും ശരി, ആ രാജ്യത്തിന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ചില സ്ട്രെങ്ത് ഉണ്ട്, ചില പവറും കഴിവുകളും ഉണ്ട്. എന്നാൽ അതേസമയം തന്നെ അവർക്ക് ചില വീക്ക്നെസ്സും അവർക്ക് ചില ബലഹീനതകളും ഉണ്ട്. പലപ്പോഴും ശത്രുവായ സാത്താൻ ഒരു ദൈവത്തിൻ്റെ പൈതലിൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നതും പോരാടുന്നതും അവൻ്റെ വീക്ക്നെസ് മനസ്സിലാക്കിക്കൊണ്ട്, അവൻ്റെ ബലഹീനത മനസ്സിലാക്കിക്കൊണ്ടാണ് ആ വ്യക്തിയോട് ഇടപെടുന്നതും ആ വ്യക്തിയെ പലപ്പോഴും തോൽപ്പിച്ചു കളയുന്നതും. എൻ്റെ പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, നമ്മുടെ ബലഹീനത എന്തെന്ന് നമ്മൾ അറിയുന്നതിനേക്കാൾ ശത്രുവിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാനായി നമ്മുടെ ആത്മീക ജീവിതത്തെ ശക്തിപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. നമുക്കൊരേ ഒരു ശത്രുവേ ഈ ലോകത്തിലുള്ളൂ, അത് ദുഷ്ടനായ സാത്താനാണ്. ആ ദുഷ്ടനായ സാത്താൻ
എപ്പോഴും ദൈവത്തിൻ്റെ മക്കളെ തകർത്തു കളയാൻ, അവൻ്റെ അടിമയാക്കി വയ്ക്കാനായിട്ട് പല തന്ത്രങ്ങളും പ്രയോഗിച്ചുകൊണ്ടേയിരിക്കും. വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത്, ശത്രുവിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്നാണ്. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും എന്ന് പറയുന്നു. യേശു കർത്താവ് പൈശാചിക ശക്തികളുമായിട്ട് എതിരിട്ടപ്പോൾ എപ്പോഴും അധികാരത്തോടുകൂടി അവയോട് കൽപ്പിച്ചു. അവ അനുസരിക്കുകയും വിട്ടുപോകുകയും ചെയ്യുവാനിടയായി തീർന്നതാണ്. അപ്പോൾ പിശാചിന് നേരെ അല്ലെങ്കിൽ ശത്രുവിന് നേരെ നമ്മൾ പോരാടുമ്പോൾ ഒന്ന്, നമുക്ക് തന്നിരിക്കുന്ന അധികാരം ദൈവസന്നിധിയിൽ നമ്മൾ ഉപയോഗിക്കണം. യേശു തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞേക്കുമ്പോൾ പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു, ഒന്നും ഒരു ദോഷവും നിങ്ങൾക്ക് വരുത്തുകയില്ല എന്നാണ്. അപ്പോൾ ദൈവം തന്ന അധികാരം നമ്മൾ ഉപയോഗിക്കണം. 2, അവനോട് എതിർത്ത് നിൽക്കണം. എങ്ങനെയാണ് നമ്മൾ അവനോട് എതിർത്ത് നിൽക്കുന്നത്? എങ്ങനെ നമുക്ക് ഈ ശത്രുവിനെ എതിർത്ത് തോൽപ്പിക്കാൻ കഴിയുന്നത്? വേദപുസ്തകം പറയുന്നത്, പിശാചിനോട് എതിർത്ത് നിൽക്കുന്നത് പ്രാർത്ഥനയിൽ ഒരു പോരാട്ടം നടത്തണം. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു പോരാട്ടമാണ്, ഒരു ദൈവവേദന്റെ പോരാട്ടമാണ്, ആത്മീക പോരാട്ടമാണ് പ്രാർത്ഥന. 2 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. 1, കൊലോസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യവും, 2, റോമർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യവും. കൊലോസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യം പറയുന്നത്, നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തു യേശുവിൻ്റെ ദാസനായ എപ്പഫ്രോസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. കണ്ടോ, എന്തിനു വേണ്ടി പോരാടുന്നു? ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ തികഞ്ഞവരും, നമ്മൾ പെർഫെക്റ്റ് ആയിത്തീരണമെന്നും ക്രിസ്തുവിനെ പോലെ ആയിത്തീരണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. മാത്രമല്ല, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം എപ്പോഴും നമ്മൾ അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ ശത്രുവിൻ്റെ ഒരു തന്ത്രം എന്തെന്നറിയാമോ? നമ്മൾ ക്രിസ്തുവിൽ തികഞ്ഞവരാകാതിരിക്കാൻ, നമ്മൾ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് മനസ്സിലാക്കാതിരിക്കാൻ എപ്പോഴും അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മളെ അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ അതാണ് ശത്രുവിൻ്റെ ഒരു തന്ത്രം. റോമർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 30-31 വാക്യം കൂടി ശ്രദ്ധിക്കണം. അവിടെ രേഖപ്പെടുത്തിയിരിക്കും ഇങ്ങനെയാണ്, യഹൂദ്യയിലെ വിശ്വാസികളുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കേണ്ടതിനും യെരുശലേമിലേക്ക് ഞാൻ കൊണ്ടുപോകുന്ന സഹായം വിശുദ്ധന്മാർക്ക് പ്രസാദമായി തീരേണ്ടതിനും ഇങ്ങനെ ഞാൻ ദൈവ ഇഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോടുകൂടെ മനം തണുപ്പിക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടണം. അവിടെ പൗലോസ് പറയാണ്, നിങ്ങൾ എന്നോടുകൂടെ പ്രാർത്ഥനയിൽ പോരാടണം. എന്തിനു വേണ്ടിയിട്ടാണ്? യഹൂദ്യയിലെ അവിശ്വാസികളുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കേണ്ടതിന്. നമ്മൾ ശ്രദ്ധിക്കണം, പലപ്പോഴും നമ്മുടെ ശത്രു എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്തവരായിരിക്കും. ചിലപ്പോൾ നമ്മൾ അവിശ്വാസികളിലൂടെ പിശാച് ഇളക്കിവിടും നമ്മളെ ഉപദ്രവിക്കാനായി. നമ്മുടെ വീട്ടുകാരിലൂടെ പിശാച് ഇളക്കിവിടും. നമ്മുടെ വീട്ടിലുള്ള വ്യക്തി നമ്മളെപ്പോലെ ആത്മീക നിറവും ആത്മീക പക്വതയുള്ള ആളല്ല എങ്കിൽ പിശാച് ആ വിധത്തിൽ നമ്മളെ തകർക്കാനായിട്ട്, മനസ്സ് വേദനിപ്പിക്കാനായി, പ്രാർത്ഥനാ ജീവിതത്തെ തടയാനായി, വിശ്വാസ ജീവിതത്തെ തടയാനായിട്ട് എപ്പോഴും അവൻ പോരാടിക്കൊണ്ടിരിക്കും. മാത്രമല്ല, ദൈവത്തിൻ്റെ വേലയിലുള്ള നമ്മുടെ പങ്കാളിത്തം ഏതൊക്കെ വിധത്തിൽ ഇല്ലായ്മ ചെയ്യാമോ ആ വിധത്തിലൊക്കെയും അവൻ ശ്രമിക്കും. പൗലോസ് അപ്പോസ്തലന് റോമിൽ എത്തിച്ചേരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പലപ്പോഴായി പിശാച് ഇങ്ങനെ തടയുകയാണ് റോമിലെത്താതിരിക്കാനായി. ദൈവത്തിൻ്റെ ഹിതം നമ്മിലൂടെ വെളിപ്പെടാതിരിക്കാൻ ശത്രു എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. പ്രിയ ദൈവപൈതലേ, നിങ്ങളിൽ ഒരു ദൈവീക വിളിയും നിയോഗം ഉണ്ടെങ്കിൽ അത് ശത്രുവിന് തിരിച്ചറിയാം. അവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിലുള്ള ആ ദൈവീക നിയോഗവും നിങ്ങളിലുള്ള ആ ശുശ്രൂഷയും വെളിപ്പെടാതിരിക്കാൻ പിശാച് എല്ലാ തന്ത്രങ്ങളും ഉപയോഗിക്കും. ഇതിനെ ജയിക്കണോ? പ്രാർത്ഥനയിൽ ഒരു ദൈവത്തിൻ്റെ പൈതൽ പോരാടണം എന്നാണ്.
ശത്രുവിനെതിരെ പ്രാർത്ഥനയിൽ പോരാടാനായിട്ട് പറ്റിയ സമയങ്ങളുണ്ട്. നമ്മൾ പകല് മുഴുവനും ചിലപ്പോൾ പലവിധമായ യാത്രകൾ, തിരക്ക്, അധ്വാനം, ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ നമുക്ക് പ്രാർത്ഥനയിൽ താണിരിക്കാനായിട്ട് സമയം കിട്ടിയില്ലെന്ന് വരാം. എന്നാൽ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് അർദ്ധരാത്രിയാണ്. എന്തിനാ നമ്മൾ അർദ്ധരാത്രിയിൽ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്? അർദ്ധരാത്രിയിലാണ് പൈശാചിക ശക്തികളും സജീവമായി തീരുന്നത്. നമ്മൾ ചുറ്റുപാട് നോക്കിയാൽ അറിയാം, തിന്മകൾ കൂടുതൽ നടക്കുന്നത്, കൂടുതൽ ആഭിചാര പ്രവർത്തനങ്ങൾ നടക്കുന്നത്, മോഷണങ്ങൾ നടക്കുന്നത് അർദ്ധരാത്രികളിലാണ്. എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങുന്ന സമയങ്ങളിൽ ദുഷ്ടശക്തികൾ സജീവമാകുന്ന സമയങ്ങളാണ്. അത്തരത്തിലുള്ള സമയങ്ങളിൽ ഒരു ദൈവത്തിന്റെ പൈതലിന് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥനയിൽ പോരാടാൻ കഴിഞ്ഞാൽ നിശ്ചയമായും ആ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരാനായിട്ടിടയായിത്തീരും. ഉദാഹരണത്തിന് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിലോട്ട് വരുമ്പോൾ, അർദ്ധരാത്രിയിൽ പൗലൂസും ശീലാസും ജയിലിനകത്തായിരിക്കുമ്പോൾ അവർ പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ സ്തുതിക്കുകയാണ്. നോക്കണം, അവരുടെ സ്തോത്രം അവരുടെ കൈകാലുകളെ ശത്രുവിന് ബന്ധിക്കാനായിട്ട് കഴിഞ്ഞുവെങ്കിലും അവരുടെ നാവിനെ ശത്രുവിന് ബന്ധിക്കാനായി കഴിഞ്ഞില്ല. അവരുടെ ഉള്ളിലുള്ള അഭിഷേകത്തെ ബന്ധിക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ ശരീരം വേദനിക്കുമ്പോഴും, സ്തോത്രം സ്വാതന്ത്ര്യം ഒന്നും ഇല്ലാതിരിക്കുമ്പോഴും, ആത്മാവിൽ സ്വതന്ത്രരായിരുന്ന ദൈവത്തിന്റെ ദാസന്മാർ അർദ്ധരാത്രി പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവരുടെ മുമ്പിലുണ്ടായിരുന്ന കെട്ടുകൾ അഴിഞ്ഞു. അവരുടെ മുമ്പിലുണ്ടായിരുന്ന ബന്ധനങ്ങള്, ചങ്ങലകൾ അഴിഞ്ഞു വീണു. അവരെ ഇട്ടിരുന്നതായിട്ടുള്ള ജയിലിന്റെ ആ ഓടാമ്പലുകളെല്ലാം ഊരിപ്പോകാനായിട്ടിടയായി തുറന്നു. ജനലുകളെല്ലാം തുറക്കാനിടയായി. പ്രിയപ്പെട്ടവരെ, ദൈവം ഒരു വലിയ സാന്നിധ്യമായി ആ മുറിക്കകത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ, ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെട്ടപ്പോൾ ഒരു ഭൂകമ്പം പോലെ ഉണ്ടായി എന്നാണ്. ചങ്ങലകൾ അഴിഞ്ഞു വീഴത്തക്ക വിധത്തിൽ, സ്തോത്രം, എല്ലാവരും സ്വാതന്ത്ര്യമാകത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം, ദൈവദൂതന്റെ ഇടപെടൽ ആ ഭാഗത്തുണ്ടായതായി നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുകയാണ്. ദൈവത്തിന്റെ മക്കള് അർദ്ധരാത്രിയുടെ സമയങ്ങളിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ഏത് ബന്ധനങ്ങളും അഴിഞ്ഞു വീഴും, ഏത് കെട്ടുകളും അഴിഞ്ഞു വീഴും. അതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ ശരീരം ബലഹീനമായിരിക്കും, പക്ഷേ ആത്മാവിൽ പാടാനും പ്രാർത്ഥിക്കാനും കഴിഞ്ഞാൽ അവിടെ വിടുതൽ നടക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ഞാനൊരു സംഭവം ഓർക്കുകയാണ്. ഒരിക്കല് ഞാനൊരു പള്ളിയിലിരിക്കുമ്പോൾ രാത്രി ഏതാണ്ട് ഒരു 1:30 സമയത്ത് ഒരാള് വന്ന് വാതിൽക്കൽ മുട്ടുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന വീട്ടിലുള്ള ഇന്നാരാണ്, അച്ഛാ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നതാണ്, വാതിൽ തുറക്കണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാനിടയായി. അപ്പൊ അവരെ ഞാൻ അകത്ത് വിളിച്ചിരുത്തി അവരുടെ കാര്യങ്ങളെല്ലാം ചോദിക്കുമ്പോൾ അവർക്ക് ഏക മകളാണുള്ളത്. ആ കുഞ്ഞിന് പലപ്പോഴായി വിട്ടുമാറാത്തതായിട്ടുള്ള ശ്വാസം മുട്ടൽ, ഭയങ്കരമായ ശ്വാസം മുട്ടല്. പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിലാണ് ഈ ശ്വാസം മുട്ടൽ കഠിനമാകുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ അവര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് ഈ മിഷൻ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാനായിട്ട് വന്നതാണ്. ഞങ്ങള് വീട്ടിനകത്തിരുന്നവരോട് സംസാരിച്ചിട്ട് ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടിടയായി. പ്രാർത്ഥന എല്ലാം കഴിഞ്ഞപ്പോ ആ പിതാവിനോട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നില്ല, ദൈവം അത്ഭുതം ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ധൈര്യമായിട്ട് വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അവർ വീട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോയി. പക്ഷെ അവർ മടങ്ങിപ്പോയതിന് ശേഷം എൻ്റെ മനസ്സിനകത്ത് പ്രാർത്ഥിക്കാനായിട്ടൊരു പ്രേരണ. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനായി തുടങ്ങി. കുറെ അധിക സമയം മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു വലിയ ഇരുട്ടിന്റെ ശക്തി എന്നെ അറ്റാക്ക് ചെയ്യുന്നത് പോലെ ഒരു വലിയ പോരാട്ടം ഞാൻ അനുഭവിക്കുകയാണ്. ആ പോരാട്ടത്തിൽ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ശക്തമായി പോരാടുമ്പോൾ ഈ പിശാച് എന്നെ വിടാനായിട്ട് മനസ്സില്ലാതെ എന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തുകയും
വല്ലാത്ത ഒരു ആത്മീക പോരാട്ടത്തിൽ ഞാൻ അന്ന് രാത്രിയിൽ എത്തിച്ചേരുകയും ചെയ്യുന്നത് അനുഭവിക്കാനിടയായി. ആ രാത്രിയിൽ മല്ല് പിടിക്കുമ്പോൾ ആ ദുഷ്ട പിശാച് പറഞ്ഞു, നീ എന്തിനാണ് ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചത്? ഈ കുഞ്ഞിന്റെ മേൽ വ്യാപരിച്ച ആത്മാവ് ഞാനായിരുന്നു എന്ന് പറഞ്ഞ് ആ ഒരു വലിയ പോരാട്ടത്തിൽ ഞാൻ ഏർപ്പെട്ടു. എന്നാൽ ആ പ്രാർത്ഥന, ആ രാത്രിയിൽ ചില സമയങ്ങൾ അന്യഭാഷയിൽ ആരാധിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആ മുറിക്കകത്ത് വലിയൊരു ദൈവ സാന്നിധ്യം വ്യാപരിപ്പാനായിട്ടിടയായി. എനിക്കൊരു കാര്യം ബോധ്യമായി, ഈ രാത്രിയിലെ ഈ പ്രാർത്ഥനയിലൂടെ ആ കുഞ്ഞിന് പൂർണ്ണമായ ഒരു വിടുതൽ ലഭിച്ചിട്ടുണ്ട് എന്ന്. പിറ്റേ ദിവസം ഞാൻ ആ കുട്ടിയെ കാണാനായിട്ട്, ആ വീട്ടുകാരെ കാണാനായിട്ട് ആ വീട്ടിലേക്ക് പോയി. കാരണം കഴിഞ്ഞ രാത്രി അവർ വളരെ ഭാരപ്പെട്ടാണ് പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിന്റെ വിശേഷം എന്തെന്ന് എനിക്കറിയണം. ഞാൻ കഴിഞ്ഞ രാത്രിയിൽ ഒരു ആത്മീയ പോരാട്ടത്തിലൂടെ കടന്നുപോയി. പക്ഷെ ആ വീട്ടിലേക്ക് ചെല്ലുന്ന ആ വീട്ടുകാരോട് തിരക്കുമ്പോൾ ആ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞത്, ആ പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ തന്നെ ആ കുഞ്ഞിന് പൂർണ്ണ സൗഖ്യം കർത്താവ് നൽകുവാനിടയായി. അവൾ പുറത്തുപോയി കളിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് കേൾക്കാനിടയായത്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാനിടയായി. പ്രിയ ദൈവത്തിന്റെ മക്കളെ, പ്രാർത്ഥനയിൽ നമ്മൾ പോരാടാൻ തയ്യാറാണെങ്കിൽ നമുക്കെതിരെ ശത്രു കൊണ്ടിട്ടിരിക്കുന്ന ഏത് ആഭിചാരക്കെട്ടുകളും ഏത് രോഗശക്തികളും തകർന്ന് ഇല്ലാതായി പോകുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. പക്ഷെ നമുക്ക് രാത്രിയാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാനും ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ദൈവസന്നിധിയിൽ മധ്യസ്ഥ ചെയ്യുവാനും കഴിയുമെങ്കിൽ ഇരുട്ടിന്റെ ശക്തികൾ നമ്മുടെ ഭവനങ്ങളെ വിട്ടുമാറിപ്പോവും, നമ്മുടെ ശരീരങ്ങളെ വിട്ടുമാറിപ്പോവും, നമ്മുടെ കുടുംബങ്ങളെ വിട്ടുമാറിപ്പോകും. ഒരുപക്ഷെ നമ്മുടെ ഭാവിക്കെതിരെ, നമ്മുടെ ഉപജീവനത്തിനെതിരെ, നമ്മുടെ തൊഴിലിനും ബിസിനസ്സിനും എതിരെ പോരാടുന്നതായ വലിയ ശക്തികളുണ്ട്. ചിലരൊക്കെ പറയാറുണ്ട്, എന്റെ ബിസിനസ് തുടങ്ങിയപ്പോൾ നന്നായിരുന്നു, എന്നാൽ അത് പിന്നീട് അങ്ങോട്ട് മുന്നേറാനായി കഴിയുന്നില്ല. ബിസിനസ് താഴോട്ട് വന്നിരിക്കുന്ന, കടം കൂടിയിരിക്കുകയാണ്, എനിക്കിനൊരു ജയമില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയ ദൈവത്തിന്റെ പൈതലെ, നിന്റെ ബിസിനസ് തകർന്നിരിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ കുടുംബജീവിതം തകർന്നിരിക്കുന്നുണ്ടെങ്കിൽ, അതിനകത്ത് പിശാച് കയറി നിന്റെ കുടുംബത്തെ ബന്ധിച്ചിട്ടിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മക്കളെ അവൻ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ഈ വചനം കേൾക്കുമ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കാൻ തീരുമാനിക്കണം. പിശാചിനോട് എതിർത്ത് നിന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. നിങ്ങളിൽ ഒരു അഭിഷേകമുണ്ട്, നിങ്ങളിൽ ഒരു അധികാരമുണ്ട്. ആ അധികാരത്തെ നിങ്ങൾ പ്രയോഗിച്ചാൽ ദൈവിക വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാനായിട്ടിടയായിത്തീരും. നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് നേരെ, നിങ്ങളുടെ തൊഴിലിന് നേരെ പിശാചിട്ടിരിക്കുന്നതായിട്ടുള്ള സകല ബന്ധനങ്ങളും അഴിയാനായിട്ട് ഇടയായിത്തീരുമെന്ന് ആത്മാവിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുകയാണ്. സ്തോത്രം. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ അപ്പോസ്തലനായ പൗലോസ് തന്റെ വിശുദ്ധ ജനത്തോട് പറയുകയാണ്, പ്രാർത്ഥനയിൽ ഞങ്ങളോടൊപ്പം പോരാടുവിൻ, എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടുവിൻ. പ്രിയപ്പെട്ടവരെ, അതേ വചനം ഇന്ന് നമ്മളോടും പറയുകയാണ്. സ്തോത്രം. പ്രാർത്ഥനയിൽ പോരാടി പ്രാർത്ഥിക്കുവാനായിട്ട് അതിന് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയിൽ മുന്നേറാം. പ്രാർത്ഥിക്കാം. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ കർത്താവേ, നൽകിയ ആലോചനയ്ക്കായും സന്ദേശത്തിനായും സ്തോത്രം. കർത്താവായ ദൈവമേ, ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന സകല ദൈവമക്കളുടെ മേലും ദൈവത്തിന്റെ കൃപ വ്യാപരിക്കട്ടെ. കർത്താവേ, മുന്നേറാൻ കഴിയാതെ, ദൈവമേ, മുന്നേറാൻ കഴിയാതെ നിരാശയുടെയും പ്രയാസത്തിന്റെയും ഒക്കെ മധ്യത്തിലായിരിക്കുന്ന ദൈവത്തിന്റെ ജനത്തെ ദൈവമേ നീ വിടുവിക്കണമേ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പ്രാർത്ഥിക്കുവാൻ തടസ്സങ്ങൾ കൊണ്ടിട്ട് പോരാടി പ്രാർത്ഥിക്കാൻ കഴിയാതെ വണ്ണം നിന്റെ മക്കളെ ബന്ധിച്ചിരിക്കുന്ന സകല തടസ്സങ്ങളും നീങ്ങിപ്പോട്ടെ. ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അവിടുന്ന് നൽകിയ ദൈവിക ആലോചനയ്ക്കായി നന്ദി. ഈ വചനം അനേകരുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടട്ടെ, അത്ഭുതങ്ങൾ കൊണ്ടുവരുന്നത് കാണട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് പ്രയോജനകരമായി തീർന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യണം.
ഒരുപക്ഷെ അനേകർ ഭാരത്തിലും വേദനയും ഇരിക്കുന്നുണ്ടാവാം. അവർക്ക് ഈ സന്ദേശം പ്രയോജനകരമായി തീരും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെയും സന്ദർശിക്കുവാനായിട്ടിടയായിത്തീരും. അതുകൊണ്ട് അതിനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.